നമസ്കാരം. കോഴഞ്ചേരി പൗരാവലിയുടെ സംപ്രേഷണത്തിലേക്ക് ഏവർക്കും സ്വാഗതം. കോഴഞ്ചേരി പൗരാവലി ഇന്ന് നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നത് പൊന്നുംതോട്ടം ശ്രീ ദുർഗാ ദേവി ക്ഷേത്രത്തിലെ നവരാത്രി മഹോത്സവവുമായി അനുബന്ധിച്ചുള്ള പൂജകളും കലാസന്ധിയും ഒക്കെ നിങ്ങളുടെ ഇടയിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടിയാണ്. ആദ്യമായിട്ടാണ് ഈ ക്ഷേത്രത്തിൽ ഇതുപോലെ ഒരു പൂജയും മറ്റ് അനുബന്ധ കാര്യങ്ങളുമൊക്കെ ചെയ്യുന്നത് എന്നാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത്. നമുക്ക് അതിൻ്റെ വിശദ വിവരങ്ങളിലേക്ക് പോകാം. നമുക്ക് ഇവിടുത്തെ ക്ഷേത്രോപദേശക സമിതി പ്രസിഡന്റ് രാഹുലിനോട് ഇതിനെക്കുറിച്ചുള്ള വിശദ വിവരങ്ങൾ അറിയുന്നതിന് വേണ്ടി നമുക്ക് അദ്ദേഹത്തോട് ചോദിക്കാം. എന്താണ് ഇവിടെ നടക്കുന്ന സംഭവങ്ങളെക്കുറിച്ചൊക്കെ ഒന്ന്. ജാർമുള പൊന്നുംതോട്ടം ശ്രീ ദുർഗാ ഭഗവതി മഹാക്ഷേത്രത്തിലെ നവരാത്രി മഹോത്സവവുമായിട്ട് ബന്ധപ്പെട്ട് ദേവിയുടെ 9 അവതാരങ്ങൾ നമ്മളിവിടെ ചാർത്തുന്നുണ്ട്. നമ്മൾ ആദ്യമായിട്ടാണ് പൊന്നുംതോട്ടം ദേവി ക്ഷേത്രത്തിൽ ഇങ്ങനൊരു നവരാത്രി മഹോത്സവം സംഘടിപ്പിക്കുന്നതും ഇത്ര വിപുലമായി നടത്തുന്നതും. അതോടനുബന്ധിച്ച് കലാവേദിയിൽ 11 ദിവസവും നമ്മൾ പ്രോഗ്രാമുകൾ നമ്മൾ നടത്തുന്നുണ്ട്. വിവിധ കലാപരിപാടികൾ നമ്മൾ നടത്തുന്നുണ്ട്. അതോടൊപ്പം തന്നെ എന്നും വൈകിട്ട് അന്നദാനം നമ്മൾ നടത്തുന്നുണ്ട്. എല്ലാ ഭക്തജനങ്ങളും പങ്കുചേരണമെന്നും അറിയിക്കുന്നു. അതോടൊപ്പം സഹകരിക്കണം. അതോടൊപ്പം നമ്മൾ കുട്ടികൾക്കും എല്ലാവർക്കും സന്തോഷിക്കുവാനും ഉത്സാഹിക്കുവാനും കുഞ്ഞുങ്ങൾക്ക് ഒത്തിരി സന്തോഷം ഉണ്ടാകാൻ വേണ്ടി നമ്മളൊരു കാർണിവൽ ഇവിടെ നടത്തുന്നുണ്ട്. 11 ദിവസവും വൈകിട്ട് കാർണിവൽ ഇവിടെ നടത്തപ്പെടുന്നുണ്ട്. അപ്പം എല്ലാവരും സഹകരിക്കണം. എല്ലാവരുടെ സഹായ സഹകരണങ്ങൾ ഉണ്ടാവണം എന്ന് വിനീതമായിട്ട് അപേക്ഷിക്കുന്നു. തിരുവാർമുള പൊന്നുംതോട്ടം ശ്രീ ദുർഗാ ഭഗവതി മഹാക്ഷേത്രത്തിലേക്ക് നവരാത്രി ആഘോഷത്തോടനുബന്ധിച്ച് ഈ ക്ഷേത്രത്തിൽ 5 ഉപദേവന്മാരെ പ്രതിഷ്ഠിച്ചിട്ടുണ്ട്. അതിനകത്ത് ഭഗവാൻ ശ്രീ പാർത്ഥസാരഥിയെ ദർശിച്ചുകൊണ്ടിരിക്കുന്ന മഹാവിഷ്ണുവാണ് ഇവിടെ പ്രതിഷ്ഠയായിട്ടുള്ളത്. ഗണപതി, ശാസ്താവ്, നാഗരാജാവ്, നാഗയക്ഷി, ചിത്രകൂടം എന്നീ ദൈവങ്ങളെയാണ് ഇവിടെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. ക്ഷേത്രത്തിൻ്റെ പടിഞ്ഞാറ് വശം സ്വാമി ക്ഷേത്രത്തിൻ്റെ വടക്ക് പടിഞ്ഞാറ് ഭാഗത്തായിട്ട് സ്ഥിതി ചെയ്യുന്നുണ്ട്. ക്ഷേത്രത്തിൻ്റെ വടക്ക് പടിഞ്ഞാറ് ഭാഗമാണ്. ക്ഷേത്രത്തിൻ്റെ കിഴക്ക് വശത്തായി ദേവിക്ക് അപൂർവമായിട്ട് ശിവലിംഗ പ്രതിഷ്ഠ, ശിവന്റെ പ്രതിഷ്ഠ ഉള്ളൊരു ക്ഷേത്രമാണ്. പടിഞ്ഞാറോട്ട് ദർശനമാണ് ക്ഷേത്രത്തിൽ ശിവൻ ഭഗവാൻ. പൊന്നുംതോട്ടം ശ്രീ ദുർഗാ ദേവി ക്ഷേത്രത്തിലെ നവരാത്രി മഹോത്സവവുമായി ബന്ധപ്പെട്ട് നടക്കുന്ന പൂജകളും അതോടൊപ്പം കുട്ടികൾക്കും മറ്റും ഉല്ലസിക്കുന്നതിന് വേണ്ടി ഉള്ള കലാസന്ധ്യയും കുട്ടികളുടെ പാർക്കും ഒക്കെയാണ് ഇവിടെ സജ്ജീകരിച്ചിരിക്കുന്നത്. ആദ്യമായിട്ടാണ് പൊന്നുംതോട്ടം ദേവി ക്ഷേത്രത്തിൽ ഇതുപോലെയുള്ള ഒരു പൂജയും കാര്യങ്ങളുമൊക്കെ നടത്തുന്നത് എന്നാണ് അറിയാൻ സാധിച്ചത്. കുട്ടികൾക്ക് കളിക്കാൻ വേണ്ടി വെള്ളത്തിൽ ഉള്ള ചെറിയ ബോട്ടാണ്. വളരെ ആനന്ദത്തിലാണ് കുട്ടികൾ. ജൈന്റ് വീലാണ്.
പുഷ്പമേളയ്ക്ക് ഒക്കെ ഒരുക്കുന്നത് പോലെ തന്നെ ഉള്ള സജ്ജീകരണങ്ങളാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. 9 ദിവസത്തെ പ്രോഗ്രാമാണ്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നിങ്ങളെല്ലാവരും ഇവിടെ വന്ന് ഇതിലൊക്കെ കയറി ആനന്ദിച്ച് പോകുന്നതിനുള്ള ഇടയൊരുക്കുന്നതിന് വേണ്ടി നിങ്ങളെല്ലാം എത്തണമെന്നാണ് ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നത്. ഞങ്ങളുടെ ഈ സംപ്രേഷണം കണ്ട എല്ലാവർക്കും കോഴഞ്ചേരി പൗരാവലിയുടെ ഹൃദയം നിറഞ്ഞ നന്ദി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. കോഴഞ്ചേരി പൗരാവലിക്ക് വേണ്ടി പൊന്നുംതോട്ടം ദേവീ ക്ഷേത്രത്തിന് സമീപത്ത് നിന്ന് ജോജി കാവുംപടിക്കൽ.